20 ലിറ്ററിന്റെ മുകളിൽ 25, 18 അങ്ങനത്തെ പൈകളാ. പൈക്കൾ ഇത്തവണത്തെ പൈകൾ സൂപ്പർ പൈകളാ. ബാറ്ററി അവർ വന്നു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. ഇത് രണ്ടാമത്തെ പ്രസവമാണ് HF ക്രോസ്. 25 ലിറ്റർ പ്രതീക്ഷിക്കുക. ചിലപ്പോൾ കൂടുതലല്ലാണ്ട് കമ്മി വരത്തില്ല. പ്രസവിച്ച മാടുകൾ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോകുക. ചില മാടുകൾ 4 കാമ്പിന് ഗ്യാരണ്ടി തരും. അവിടെ പോയി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് എന്ത് പരിഹാരം മണി തിരിച്ചു കൊണ്ടുവന്ന് മാറ്റി കൊടുക്കുക. പാർട്ടിക്കാർ വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആവശ്യം ചോദിക്കും. ആ വിലഭാഗത്തിനനുസരിച്ചുള്ള വീടുകളിലേക്ക് അവർക്ക് കൂട്ടിയിട്ട് പോകും. 50 രൂപന്റെ പൈ വേണം, 50 രൂപയിലേക്ക് പൈ കൊടുക്കും. 45 രൂപ 45ന്റെ. അപ്പൊ ഫാമിലേക്ക് പറ്റുന്ന തരത്തിലുള്ള ടോപ്പ് ക്വാളിറ്റി 2 ബ്രീഡ് പശുക്കളാണ്. മണിച്ചേട്ടാ, നമുക്ക് ഇത് എത്ര പാല് കിട്ടുന്നത്? ഇതെല്ലാം 20 മേപ്പെട്ടുള്ള പൈകളാ. 20 മേളിലോട്ട് ഉള്ള പശുക്കളാണ്. 20-25 ലിറ്റർ വരെ ഈ പൈകൾ വരും. ഓക്കെ, നമുക്ക് ഇവിടെ വേറെ പശുക്കൾ ഇപ്പോൾ ഉണ്ട്. വേറെ ഒരുപാട് പൈകൾ. പശുക്കൾ ഇപ്പോൾ പശുക്കളൊക്കെ ഒരു 10-25-30 ഉണ്ട്. ഇതേ ക്വാളിറ്റി ഉള്ള 10-30 പൈകൾ ഇപ്പൊ ഉണ്ട്. ഫാം ടൈപ്പ്, അതായത് ഒരു 20 ലിറ്ററിന് മുകളിലേക്കുള്ള തരത്തിലുള്ള കിടക്കാച്ചി പശുക്കൾ ഉണ്ട്. ഓക്കെ, നമുക്ക് എത്ര രൂപ നമുക്ക് ഇവിടെ? ഇതെല്ലാം ലക്ഷത്തിന്റെ മേലെ 75 മുതൽ 85-90 ലക്ഷത്തിന് മേലെ വരും. അതായത് ഈ ടൈപ്പ് പശുക്കൾക്ക് ഒരു 75 മേലേക്കാണ് എല്ലാം 75 മേലെ 85-90 ലക്ഷത്തിന് മേലെ ഉള്ളത്. നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് സാധാരണ എടുത്തു കൊടുക്കുന്നത് നമ്മൾ 50 മേപ്പെട്ട് വരെ എടുത്തു കൊടുക്കുക. 50 മേപ്പെട്ട് 1 ലക്ഷത്തിന് മേലെ വരെ എടുത്തു കൊടുക്കാറുണ്ട്. 1 ലക്ഷത്തിന് മേലേക്ക് വരെയുള്ള പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. ഇതെല്ലാം വിലകൾ കൂടുതലുള്ള പയ്യകളാണ്. ഓക്കെ, അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 15 ലിറ്ററിന് താഴെ. 15 ലിറ്ററിന് താഴെയുള്ള ഒരു 10-50 ഉറുപ്പിന്റെ അങ്ങനെ ഉണ്ടാവും. പിന്നെ 60, 65, 70, 75, 85 ലക്ഷത്തിന്റെ മേലെ അങ്ങനത്തെ പയ്യകളാണ്. ജേഴ്സി പത്തുകളൊക്കെ 60, 65, 55. ഓക്കെ, ഇവളുമാരുടെ കാര്യം എങ്ങനെയാണ്? ഇവളുടെ മാതിരി കാര്യം രണ്ടാമത്തെ പ്രസവമാണ്. രണ്ടാമത്തെ പ്രസവം ചിന്താമണി പൈകളാ. നമുക്ക് എത്ര ദിവസം ഉണ്ട് ഇത്? ഇതെല്ലാം ഒരാഴ്ച 10 ദിവസം കൊണ്ടാവും. ഒരാഴ്ച 10 ദിവസം കൊണ്ടുണ്ടാവും. രണ്ടും ഏതാണ്ട് ഒരേ ക്വാളിറ്റിയിൽ പൈകളാണ്. പാല് നേരത്തെ പറഞ്ഞ ഒരു 20 ലിറ്റർ അല്ലേ? 20 ലിറ്ററിന് മേലെ അല്ലാണ്ട് കേപ്പിട്ട് വരത്തില്ല. നമുക്ക് ചോദ്യമൊക്കെ ലക്ഷത്തിന് മേലെ ചോദ്യം. 1 ലക്ഷത്തിന് മേലെയാണ് ചോദ്യം. ഇപ്പോഴത്തെ ഇങ്ങനത്തെ പൈകൾക്ക് അവർ വരട്ടെ, പൈകളൊക്കെ ഞാൻ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നല്ല അടിപൊളി 2 കൃഷ്ണഗിരി മൊട്ട പശുക്കളാണ്. ഒറിജിനൽ മുട്ടയാ. ഒറിജിനൽ മുട്ടയാ. കൊമ്പ് കരിച്ചതല്ല, ഒറിജിനൽ മുട്ട പോയി പ്രസവിക്കാറായി. നല്ല പയ്യ പ്രസവിക്കാറായതാണല്ലേ? നല്ല മടിയായി. നല്ല മടിയായി. ഇതെല്ലാം ചിലപ്പോ 25 മേപ്പിട്ട് തന്നെ കഴിക്കും. 25 മേലോട്ട് അതിനുള്ള മടിസെറ്റ് ഉണ്ടേ. രണ്ടും അതുമാതിരി നിൽക്കണ്ടതാ. ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള പശുവാണ്. ഇതെല്ലാം കൃഷ്ണഗിരി പയ്യ. കൃഷ്ണഗിരി പയ്യയിൽ 2 പയ്യാണ്. നല്ല ഹൈറ്റ്, വെയിറ്റ്, പോളിഷ് എല്ലാം ഉണ്ട്. ശരിക്കും ഫാമിലേക്ക് പറ്റിയ പശു. നമ്മൾ സമീപിക്കുക. അതിന്റെയൊക്കെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പൈ മേടിച്ചു കൊടുക്കുക. ഇതിപ്പോ എങ്ങനെയാ ചോദിക്കുന്നത്? ഇതും ചോദിക്കുന്നത് ലക്ഷത്തിന് മേലുള്ളതാ. ലക്ഷത്തിന് മേലോട്ടാണ് ചോദിക്കുന്നത്. ഇത് രണ്ടും അങ്ങനത്തെ പയ്യാണിത്. ചില്ലറ പയ്യൊന്നും അല്ലാതെ. പൈ വന്ന് പാർട്ടിക്കാർ ഇങ്ങനത്തെ പൈ വേണം വന്ന് വരട്ടെ. എന്തിനാ അവിടെ ഇവിടെയൊക്കെ ദൂരെയെല്ലാം പോകുന്നു? നമ്മൾ സമീപിച്ചാൽ മതിയല്ലോ. ഇത് 2 ജേഴ്സി മുട്ടയാ. 2 ജേഴ്സി മൊട്ട പശു. റെഡ് സിന്ധി പറയും. റെഡ് സിന്ധി കലറുള്ള നല്ല കൊഴുത്ത പാലാണ്. നല്ല കൊഴുത്ത പാല്. പ്രസവിച്ച പയ്യ. പ്രസവിച്ചതാണ്. എന്ത് കുട്ടിയാണ്? പ്രസവിച്ചത് പശുക്കുട്ടിയാ. അപ്പുറത്ത് തള്ളി കെട്ടി വെച്ചിട്ടുണ്ട്. പശുക്കുട്ടിയാണ്. രണ്ടാമത്തെ എല്ലാം കറന്നുവിട്ടതാണ്. ഇന്നലെ പ്രസവിച്ച പയ്യാണ്. പാലൊക്കെ ഇതെന്തായാലും ഒരു 18 ലിറ്റർ പാല് കാണിക്കും. 18 ലിറ്റർ പാൽ ഉറപ്പായിട്ട്. ശരീരം അത്ര വില കൊണ്ട് HF ക്രോസിന്റെ പൊലവും പൊക്കമുണ്ട്. ചിലപ്പോൾ 20 കഴിച്ചാലും കഴിക്കും. പറയാൻ പറ്റില്ല. നല്ല ഹെൽത്ത്. ചിലപ്പോൾ 20 മേപ്പെട്ടും കടിക്കുക, 20 അങ്ങനെയും കടിക്കും. താഴെയൊക്കെ അതാ ഉണ്ടല്ലേ. അങ്ങനത്തെ പയ്യകൾ നന്നായി എല്ലാം കറന്നു വിട്ടതാണ്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെയാ ചോദിക്കുന്നത്? ഇതും വിലയെല്ലാം പറയും. ഇപ്പൊ വിലയൊന്നും നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനത്തെ പൈ വന്നിട്ട് അവർക്ക് വന്ന് മതി പറയട്ടെ. നമുക്ക് പാർട്ടിക്കാർ എന്ത് വില പറയണോ, ഇവര് മേടിക്കാൻ വരുന്നവർ എന്ത് വില പറയണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. 3ാമത്തെ പ്രസവമാണ്. 3ാമത്തെ പ്രസവം കേട്ടോ. അത്യാവശ്യം നല്ല മടിസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ആയല്ലേ ടൈം ഒരാഴ്ചയുള്ളിലാവും. ഒരാഴ്ചക്കകത്താകും. പാലൊക്കെ എത്ര? പാലൊക്കെ ഒരു 10-20 ലിറ്റർ പാല് കാണിക്കും. 20 ലിറ്ററിന്റെ 20 ലിറ്ററിന്റെ അടുത്ത് മഴ ഒന്നും ആയിട്ടില്ല അല്ലേ? ഇനി ഒരാഴ്ച ആകുമ്പോഴേക്ക് പൈ നല്ല മടിസെറ്റ് ആവും. സാധനം. നമുക്ക് എത്ര ഇത് ചോദിക്കുന്നതൊക്കെ 85-90 ലക്ഷത്തിന് മേലേക്ക് ചോദിക്കുന്നുണ്ട്. നമുക്ക് വരട്ടെ. പൈക്കൾ ഇത്തവണത്തെ പൈകൾ സൂപ്പർ പൈകളാ. വരട്ടെ, അവർ വന്നു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. രണ്ടാമത്തെ പ്രസവമാണ്. രണ്ടാമത്തെ പ്രസവം. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളത്. ഉരുണ്ടിട്ട് അതെ, നല്ല ഉരുണ്ട് നല്ല ഹെൽത്തുള്ള പയ്യാണ്. വെയിലത്തിറക്കം കൊണ്ടുപോവുക. അങ്ങനത്തെ പയ്യലാണ്. ഓക്കെ, നമുക്ക് മടിസെറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മടിയായി. എത്ര ദിവസം ഇത് ഒരാഴ്ച കൊണ്ടാവും. എല്ലാ ഒരാഴ്ച കൊണ്ടാകുന്നതാണ്. നമുക്ക് പാൽ എത്ര പ്രതീക്ഷിക്കാം? പാൽ ഒരു 20 ലിറ്റർ പ്രതീക്ഷിച്ചോളൂ. 20 ലിറ്റർ അല്ലേ? പ്രതീക്ഷിച്ചു. 20 ലിറ്റർ നമുക്ക് എന്തായാലും കിട്ടുന്ന ആ രീതിയിലുള്ള പശു. ആ രീതിയിലുള്ള ഫാമിലേക്ക് പറ്റിയ പശുവാണ്. നമുക്ക് അത്യാവശ്യം
സ്ത്രീകൾക്കും കൈകാര്യം ചെയ്യാം. എന്നാ ഒരുപാട് വലിപ്പമല്ല, എന്നാ തീരെ ചെറുതുമല്ല. ചെറുതൊന്നുമല്ല, ഒരു മര്യാദക്കുള്ള പൈകളാ. ഓക്കെ ഓക്കെ. ഇതും ഈ പറയുന്ന ഒന്നിന്റെ മേലെ പോകില്ലേ? ഇത് ഒന്നിന്റെ മേലെ ഒന്നിന് താഴെ അങ്ങനെ കയറി പോകും. ആ റേഞ്ച് നമുക്ക് എന്തായാലും വരും. ഇവളുടെ കാര്യം എങ്ങനെ? ഇത് മൂന്നാമത്തെ പ്രസവമാണ്. മൂന്നാമത്തെ പ്രസവം അല്ലേ? മൂന്നാമത്തെ നല്ല ഹെൽത്തുള്ള പയ്യാണ്. നല്ല ഹെൽത്തി പശു അല്ലേ? നല്ല ഹെൽത്തി പ്രസവിക്കാറായി. ഇതാ നല്ല വലിപ്പമുള്ള പയ്യാണ്. നോക്കിക്കോളൂ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പയ്യാണ്. ഇതാ മടിയും കാര്യങ്ങളൊക്കെ നല്ല മടിയായി, നല്ല ശരീരബലം, കുഴപ്പമില്ലാത്ത പയ്യ അല്ലേ. എത്ര പാല് കിട്ടും? പാല് ഇത് 25 കടിക്കും പറയുന്നുണ്ട്. ഒരു 10, 22, 23 കടിക്കും. 23 കടിക്കണം. ലാസ്റ്റ് പ്രസവത്തിൽ എത്ര കിട്ടി? ലാസ്റ്റ് രണ്ടാമത്തെ പ്രസവത്തിൽ 22 കടിച്ചിട്ടുണ്ട്. 22 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 23, 24 പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന ശരീരബലമുണ്ട്, രക്തബലമുണ്ട് പൈ, തെറ്റില്ലാത്തത്. ഇതും നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നത്? ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്തവണത്തെ പൈകളൊക്കെ ലക്ഷത്തിന്റെ മേലെയും താഴെയുള്ള പൈകളാ. ഇത്തവണത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടാമത്തെ പ്രസവമാണ്, HF ക്രോസ്. രണ്ടാമത്തെ പ്രസവം. രണ്ടാമത്തെ പ്രസവം ഒരു നിപ്പെന്ന് പറയുന്നത് ഒരു ഒട്ടകം നിൽക്കുന്ന രീതിയിലാണ്. നല്ല ഹൈറ്റ്. മണിച്ചേട്ടന്റെ നല്ല തോൽപ്പ കൂടുതലല്ലേ, നല്ല സ്വഭാവ രീതി. ഇങ്ങനത്തെ പൈകളാണ് ഭൂമിയിലൊക്കെ കൊണ്ടുപോകുന്നത്. 25 ലിറ്റർ പ്രതീക്ഷിക്കാൻ പറ്റില്ലേ? തീർച്ചയായും 25 മേപ്പിട്ടല്ലാണ്ട് 25 ലിറ്റർ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ കൂടുതലല്ലാണ്ട് കമ്മി വരത്തില്ല. ഒരു മര്യാദ വിലപ്പാകത്തിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. കാമ്പിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ട പ്രതികാരം ചെയ്തും കൊടുക്കുക. കാമ്പിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചനിയില് പ്രസവിച്ചാൽ നമുക്ക് കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോകാം. രീതിയാണ്. പ്രസവിച്ച മാടുകൾ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോകുക. ചില മാടുകൾ 4 കാമ്പിന് ഗ്യാരണ്ടി തരും. അവിടെ പോയി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് എന്ത് പരിഹാരം മണി തിരിച്ചു കൊണ്ടുവന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതാ ഇത് ജേഴ്സി ക്രോസാ. ജേഴ്സി ക്രോസ് ആണ്. 2 ലീറ്റർ പയ്യാണ്. ജേഴ്സി ക്രോസ് ആണ്. ഫാം പശു തന്നെ പയ്യ. പക്ഷേ HF ക്രോസിൽ പെട്ടതല്ല, ജേഴ്സി ക്രോസ് ആണ്. നല്ല വലിപ്പവും നല്ല മടിസെറ്റുള്ള പയ്യ. 2 ലീറ്റർ. നമുക്ക് പാൽ എത്ര? ഇത് അവർ പറയുന്നത് 25 കടിക്കുന്ന പറയുന്നത്. 2 നേരം കൂടി 25. ജേഴ്സി ക്രോസിന് കണ്ടില്ല, ഇതിന് മടി കണ്ടോ? HF ക്രോസിന് വെച്ചിട്ട് 22-നകത്ത് ശരി അത്ര പറഞ്ഞാൽ മതി. അത്ര പറഞ്ഞാൽ അവർ കൂടുതൽ കടിച്ചോട്ടെ. അതൊക്കെ ഈ പൈ ഇഷ്ടപ്പെട്ട അതിന് രീതി അനുസരിച്ച് എടുത്തു കൊടുക്കുക. നമുക്ക് അത്യാവശ്യം ഫാമിലേക്ക് കൊഴുത്ത പാല് കിട്ടണമെന്ന് പാൽ നല്ല പോയിന്റ് ഉണ്ടാവും. ഇതും എത്ര ചോദിക്കും? നമുക്ക് ഇത് മേലെയൊക്കെ ചോദിക്കുന്നുണ്ട്, ലക്ഷത്തിന് മേലെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ രീതി അനുസരിച്ച് ചെയ്യാന്ന്. പൈകള് നമ്മ വില പറയും 80-90 പൈകള് എല്ലാം വില പറയും ഇത്തവണത്തെ പൈകള്. പക്ഷെ പാർട്ടിക്കാർ വന്നിട്ട് നമുക്ക് പാർട്ടിയും ഉടമസ്ഥനുമായിട്ട് നിന്നിട്ട് നമുക്ക് സംസാരിച്ചെടുത്ത് കൊടുക്കുക. അതിൻ്റെ രീതി അവരുടെ പാർട്ടിൻ്റെ ലെവൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. HF ക്രോസ് 3ാമത്തെ പ്രസവമാണ്, പ്രസവിക്കാറായത്. HF ക്രോസ് 3ാമത്തെ പ്രസവത്തിലുള്ളൊരു പശുവാണ്. അത്യാവശ്യം മടിസെറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുഴിഞ്ഞിട്ടുണ്ടോ? അത് കുഴിഞ്ഞിട്ട് ഇതായി പ്രസവിക്കാറായി. ഇത് ഒരാഴ്ചക്കുള്ളിലാവും. നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? ഇതൊക്കെ ഒരു 10-15 ലിറ്റർ, 20 ലിറ്റർ താഴെ അങ്ങനെ റേഞ്ചിലുള്ള പശുക്കളാണ്. ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള പശുവാണ്. ഓക്കെ, നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് ഇതെല്ലാം അവർ പറയുന്നതെല്ലാം 85-90 പറയുന്നുണ്ട്. 10-75 മേലെ അത് രീതി അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മള് ഇതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ അന്ന് പൈൻ്റെ പറഞ്ഞില്ല, അത് അങ്ങനത്തെ മേടിക്കില്ലേ ചോദിക്കും. നേരിട്ട് വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ വിലകൾ കറക്റ്റായിട്ട് പറയാൻ മടിക്കുന്നതാണ്.